ചുമതല ഏൽപ്പിച്ചതിന് AICCക്ക് നന്ദി. ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ട് വൈകി, എന്നാലും ഇത് സംഭവിച്ചു. BJPയിൽ ഇത് നടക്കില്ല. ടീം UDF ആണ് ഞങ്ങൾ. വിജയം നേടി. ടീം കോൺഗ്രസ്സായി ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കും. അടുത്ത തെരഞ്ഞെടുപ്പിന് പണി നാളെ തുടങ്ങണം എന്നാണ് VD. പുതിയ MLA മാർ ശ്രദ്ധിക്കണം. 2031 ടാർഗറ്റ് ഞാൻ പ്രഖ്യാപിക്കും. സ്തുതിപാഠം വേണ്ട. MLA മാർക്ക് എപ്പോഴും എന്നെ വിളിക്കാം. കാര്യങ്ങൾ തുറന്നു പറയണം. ആർഭാടങ്ങൾ ഒഴിവാക്കണം. ജനങ്ങളുടെ വിശ്വാസം ആർജിക്കണം. സദ്ഭരണം നമ്മൾ കൊടുത്ത വാക്കാണ്. നിരീക്ഷകർക്ക് നന്ദി. നിങ്ങൾ കൃത്യമായി കാര്യങ്ങൾ ചെയ്തു. KC തെരഞ്ഞെടുപ്പിൽ കൂടെ നിന്നു. മന്ത്രിസഭാ രൂപീകരണം KCയോട് ആലോചിച്ച് മാത്രം എന്നാണ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. ഏതായാലും VDയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. നിയമസഭാ കക്ഷി യോഗത്തിൽ തെരഞ്ഞെടുത്തു. സണ്ണി ജോസഫ് പ്രമേയം അവതരിപ്പിച്ചു. ഐക്യകണ്ഠേന അംഗീകരിച്ച MLA മാർ. VD സതീശൻ ഇക്കാര്യം സംസാരിച്ചു. അതാണ് നമ്മൾ കേട്ടത്. ലോക്ഭവനിലേക്ക് 7:30 പറഞ്ഞ പോയിന്റ്. എന്തായാലും പിണറായി വിജയൻ മുൻപ് വന്നപ്പോൾ ഈ ഓരോ ഫയലുകളിലും ഓരോ ജീവിതമാണ്, അവതാരങ്ങൾ ഉണ്ടാകാൻ, ആ സമാനമായ നിലയിലുള്ള ചില പ്രതികരണങ്ങളൊക്കെ കാണുന്നു. എന്തായാലും VD സതീശന്റെ ഭാഗത്ത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.